കൃഷ്ണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിന്റെ മുറ്റത്ത് ഒരു മാവിൻ തൈ നടുകയാണ് ശാന്ത. അത് നോക്കി നിൽക്കുന്നുണ്ട് ശ്യാമ. അന്നേരം ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്നൊക്കെ ശാന്തയോട് ശ്യാമ തിരക്കുകയാണ്. അന്നേരം കൃഷിഭവനിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടിയതാണെന്ന് ശാന്ത പറയുകയാണ്. എന്നാൽ ചേച്ചിക്ക് ഇത് ചേച്ചിയുടെ വീട്ടുമുറ്റത്ത് വച്ചുകൂടെ എന്ന് ശ്യാമ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അന്നേരം ഇത് എൻ്റെ വീടല്ലേ, പിന്നെ അവിടെ ആരും മാമ്പഴം കഴിക്കാനാണ്, ഒരു മാമ്പഴ കൊതിച്ചുള്ളത് ഇവിടെ അല്ലേ എന്ന് ശാന്ത ചോദിക്കുമ്പോൾ അങ്ങ് ചിരിക്കുകയാണ് ശ്യാമ. അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രനും രാജേശ്വരിയും കൂടി കാറിലെത്തുന്നത്. അങ്ങനെ വന്നിറങ്ങി ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയ ശേഷം ശ്യാമയും ശാന്തയും കാണുന്നുണ്ട്. ശാന്തയല്ല, രാജിയെയും കാണുന്നുണ്ട് രാജേശ്വരി. അന്നേരം ആ മാവിൻ തൈ ഒന്ന് നോക്കിയിട്ട് ദീർഘകാല പദ്ധതികളാണല്ലോ ബാലചന്ദ്ര എന്ന് കളിയാക്കി രാജേശ്വരി പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ അവിടെ നടക്കട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഹോട്ടലിനുള്ളിലേക്ക് കയറുകയാണ്. ഈ സമയത്ത് ക്യാഷിലിരിക്കുന്നത് ശാരദാമ്മയാണ്. ബാലചന്ദ്രനെയും രാജേശ്വരിയെയും കണ്ടൊന്ന് പരിഭ്രമിക്കുന്നുണ്ട് ശാരദാമ്മയും അകത്ത് നിൽക്കുന്ന ശാന്തയും ഒക്കെ. തുടർന്ന് അകത്തേക്ക് കയറുമ്പോൾ ശങ്കരേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. എന്തായത്, കാശ് കൊടുക്കുകയാണോ എന്നും പറഞ്ഞ് ശങ്കരേട്ടൻ്റെ ഷർട്ടിന് പിടിച്ച് ബേക്കിലോട്ട് വലിച്ചിട്ട് എങ്ങ് എടുക്കുമെന്നും പറഞ്ഞ് കാശ് മേടിച്ച് ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് തൻ്റെ പോക്കറ്റിലേക്ക് ബാലചന്ദ്രൻ വയ്ക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് എന്താ ബാലചന്ദ്ര ഇതെന്നും പറഞ്ഞ് ശാരദാമ്മ എഴുന്നേൽക്കുകയാണ്. എന്താന്നോ, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് ശാരദാമ്മയെ പിടിച്ച് വലിച്ച് മുറ്റത്തേക്ക് തള്ളുകയാണ് ബാലചന്ദ്രൻ. അന്നേരം ശ്യാമ ഓടിച്ചെന്ന് ശാരദാമ്മയെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് ഇരിക്കുകയെന്ന് ക്യാഷ് കൗണ്ടറിലെ കസേര കാണിച്ച് ബാലചന്ദ്രൻ രാജേശ്വരിയോട് പറയുന്നുണ്ട്. അന്നേരം ആ കസേരയിലേക്ക് അധികാരത്തോടു കൂടി ചെന്നിരിക്കുകയാണ് രാജേശ്വരി. ഇത് കണ്ടിട്ട് എന്ത് തോന്നിയാസമാണ് നിങ്ങളീ കാണിക്കുന്നതെന്നും പറഞ്ഞ് ശാരദാമ്മ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരവും ഒന്ന് തള്ളയെന്നും പറഞ്ഞ് ശാരദാമ്മയെ പിടിച്ചങ്ങ് ശ്യാമയുടെ അടുത്തേക്ക് തള്ളുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് ബാലചന്ദ്രൻ പറയുകയാണ്, എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ്. ഇനി മുതൽ ഈ ഹോട്ടൽ ശാരദയുടേതല്ല, എൻ്റെ ചേച്ചി രാജേശ്വരിയുടേതായിരിക്കുമെന്ന്. അന്നേരം ഇത് ഏത് വകുപ്പിലാണ് പറയുന്നതെന്ന് എനിക്ക് ആകുന്നില്ല എന്നും പറഞ്ഞ് വീണ്ടും ശാരദാമ്മ ചെല്ലുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടോ തള്ളേ? ഈ വീടും സ്ഥലവും ഹോട്ടലും എല്ലാം കൂടി എൻ്റെ ചേച്ചിയുടെ പേരിലേക്ക് എഴുതി തന്നത് നിങ്ങൾ മറന്നോ എന്ന് ശാരദാമ്മയോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഒഴിഞ്ഞു തരാനായിട്ട് നിങ്ങളൊരു കാലാവധി ചോദിച്ചിരുന്നു, അത് ഇന്നലെ രാത്രി കൊണ്ട് കഴിഞ്ഞുവെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അന്നേരം ഇല്ല, ഇത് ഞാൻ സമ്മതിച്ചു തരില്ല, എഴുന്നേറ്റ് മാറ് രാജേശ്വരി എന്നും പറഞ്ഞ് രാജേശ്വരിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശാരദാമ്മ. അതിന് നിങ്ങളെ സമ്മതം ആർക്ക് വേണം, ഒന്ന് തള്ളയെന്നും പറഞ്ഞ് മൂന്നാമത്തെ തവണയും ശാരദാമ്മയെ പിടിച്ച് തള്ളുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് രാജേശ്വരി എഴുന്നേറ്റ് വന്ന് ശാരദാമ്മയോട് പറയുകയാണ്, ഉടുപ്പുടവ മാത്രമായിട്ട് നിന്നെയും മകളെയും ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് എനിക്ക് ഒരു ആഗ്രഹവുമില്ല രാജേശ്വരി. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് വേറൊരാൾക്കാണ്. ദേ നോക്കുമെന്നും പറഞ്ഞ് കാറിനടുത്തേക്ക് രാജേശ്വരി കാണിക്കുന്നുണ്ട്. അന്നേരം ഫ്രണ്ട് സീറ്റിലിൻ്റെ ആ ഡോറിൻ്റെ സൈഡിൽ നിന്നും ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് വരികയാണ്. തുടർന്ന് ഹോട്ടലിൻ്റെ മുറ്റത്തേക്ക് ഗോപാലകൃഷ്ണൻ വരുന്നുണ്ട്. അന്നേരം മുന്നോട്ടിറങ്ങി ശ്യാമ ചോദിക്കുന്നുണ്ട്, അച്ഛനാണോ ഇതിനെല്ലാം പിന്നിൽ? ഭാര്യയും മക്കളും ആണെന്നുള്ള പരിഗണനയൊന്നും ഞങ്ങൾക്ക് വേണ്ട. അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചവരല്ലേ ഞങ്ങൾ. അച്ഛൻ്റെ ജീവൻ എടുക്കാൻ നോക്കി ഇവരെക്കാളും ഇവരാണോ അച്ഛന് വലുത് എന്ന് രാജേശ്വരിയെ ചൂണ്ടി ശ്യാമ ചോദിക്കുകയാണ്. പക്ഷെ അന്നേരവും ഒരു ഭാവഭേദവും ഇല്ലാതെ അവരോടെന്തോ ദേഷ്യമുള്ള പോലെ അങ്ങ് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് രാജേശ്വരി വന്ന് പറയുന്നുണ്ട്, പിന്നെ ഇയാളെ രക്ഷിച്ചു എന്നുള്ള ഒരു അധികാരമൊന്നും വേണ്ട. ആയുസ്സിന് നീട്ടം കൂടുതലുണ്ടെങ്കിൽ ഏതൊരാളും രക്ഷപ്പെടും. അതിൻ്റെ പേരിൽ അവകാശത്തിനൊന്നും വരണ്ടെന്ന് ശ്യാമയോട് രാജേശ്വരി പറയുന്നുണ്ട്. പിന്നെ ഞാൻ കൊല്ലാൻ നോക്കിയതിനുള്ള കാരണം, അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പണത്തിൻ്റെ പേരിലായിരുന്നു. പിന്നെ നിങ്ങൾ ഈ നാട്ടിലാണല്ലോ താമസിക്കുന്നത്, നിങ്ങൾ ഈ നാട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അതൊക്കെ പരിഹരിച്ച് കഴിഞ്ഞുവെന്ന് ഗോപാലകൃഷ്ണനെ നോക്കി രാജേശ്വരി പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ്റെ ഭാവമാറ്റത്തിൽ ആകെ അങ്ങ് പരിഭ്രമിച്ച് നിൽക്കുകയാണ് ശ്യാമയും ശാരദാമ്മയും ഒക്കെ. അന്നേരം എന്നാലും അച്ഛന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അവളുടെ ഒരു അച്ഛൻ എന്നും പറഞ്ഞ് ശ്യാമയും വഴക്ക് പറയുകയാണ് രാജേശ്വരി. എന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ കരുതിയ ശാരദാമ്മയെ? 2 കുപ്പി രക്തത്തിൻ്റെയും 2 നേരത്തെ ഭക്ഷണത്തിൻ്റെയും കണക്ക് പറഞ്ഞ് ഇങ്ങേരെയെങ്കിലും വിളിക്കാമെന്നോ? മിടുക്കുള്ള ഏത് പെണ്ണിൻ്റെയും ചൂണ്ടുവിരൽ നിൽക്കും ആണുങ്ങൾ എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ കുറിച്ച് രാജേശ്വരി ശാരദാമ്മയോട് സംസാരിക്കുന്നുണ്ട്. ചതി ഇയാളുടെ രക്തത്തിൽ അലിഞ്ഞത് തന്നെയാണ്. അത് തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള യോജിപ്പും കൂടും കുടുക്കയും ഒക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുന്ന ശാരദാമ്മയോട് ഒരു അധികാര സ്വരത്തിൽ പറയുകയാണ് രാജേശ്വരി. ഈ സമയത്താണ് ശ്രീരഞ്ജിനി കുടുംബശ്രീ ഹോട്ടലിലേക്ക് വരുന്നത്. അന്നേരം ശ്രീരഞ്ജിനെ കണ്ടെന്ന് പരിഭ്രമിച്ച് ബാലചന്ദ്രൻ രാജേശ്വരിയോട് പതിയെ ചോദിക്കുന്നുണ്ട്, ഇവൻ എന്തിനാ ചേച്ചി ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്ന്. അന്നേരം പോലീസുകാരൻ സാക്ഷിയായിട്ട് ഇരിക്കട്ടെടാ, അത് നല്ലതല്ലേ എന്ന് രാജേശ്വരി പറയുകയാണ്.
ശ്രീരഞ്ജിനിയെ കണ്ട് ഓടിച്ചെന്ന് മോളേന്നും പറഞ്ഞ് ചെല്ലുന്നുണ്ട് ശാരദാമ്മ. അന്നേരം എന്താ ശാരദാമ്മ പ്രശ്നം, ഞാൻ വല്ലതിലും ഇടപെടണമെന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം മുന്നോട്ട് വന്ന് രാജേശ്വരി പറയുകയാണ്, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിനോട് ചേർന്ന് ACPയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ശാരദാമ്മയുടെ ചായക്കടയിലെ പ്രശ്നങ്ങൾ തീർക്കാനും മക്കളുടെ പ്രശ്നങ്ങൾ തീർക്കാനുമല്ലേ നിങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശ്രീരഞ്ജിനെ കളിയാക്കുകയാണ് രാജേശ്വരി. ഇവിടെ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല ശ്രീരഞ്ജിനി മാഡം എന്ന് രാജേശ്വരി പറയുകയാണ്. അന്നേരം സർക്കാർ എനിക്ക് ശമ്പളം തരുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ പിന്നീടാകാം, ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ആദ്യം പറയുമെന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ശാരദാമ്മയുടെ ഹോട്ടലും വീടും സ്ഥലവും എല്ലാം അടക്കമുള്ള എല്ലാ വസ്തുക്കളും ശാരദാമ്മ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ ചേച്ചിയുടെ പേരിലേക്ക് എഴുതി കൊടുത്തോ? ഇവരുടെ ഉടുതുണി അല്ലാതെ മറ്റൊന്നിനും ഇവർക്കിപ്പോൾ അവകാശമില്ല. ഈ ഹോട്ടലിനകത്തിരിക്കുന്ന വടയടക്കമുള്ള എല്ലാ സാധനത്തിനും ഏക അവകാശി എൻ്റെ ചേച്ചിയാണെന്ന് ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ശ്രീരഞ്ജിനിയോട് പറയുകയാണ്. അന്നേരം ശരിയാണോ ശാരദാമ്മയെന്ന് ശ്രീരഞ്ജിനി തിരക്കുകയാണ്. അന്നേരം ചതിയാണ് മോളെ, ശാരികയുടെ കല്യാണത്തിൻ്റെ ബാധ്യത തീർക്കാനുള്ള 30 പവൻ തരാമെന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. പക്ഷെ അവർ തന്നത് മുക്കുപണ്ടമായിരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്. അന്നേരം രാജേശ്വരി ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. പക്ഷെ ബാലചന്ദ്രൻ പറയുകയാണ്, മുക്കുപണ്ടത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ കാര്യമൊന്നും മുദ്രപത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്ന്. യാതൊരു അവകാശവാദവും ഇല്ലാതെ ഒഴിഞ്ഞു തരാമെന്നാണ് അതിലെഴുതി ഒപ്പിട്ടുള്ളത്. അതിൻ്റെ കാലാവധി, പിന്നെ അതിന് ചോദിച്ച സാവകാശത്തിൻ്റെ കാലാവധി ഇന്നലെ രാത്രി കഴിയുകയും ചെയ്തു എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കി തരണം മാഡം എന്ന് രാജേശ്വരി ഒരു താഴ്മയോടുകൂടി ശ്രീരഞ്ജിനിയോട് പറയുകയാണ്. പക്ഷെ അത് കളിയാക്കിയാണ് പറയുന്നത്. അന്നേരം ശാരദാമ്മ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തത് സത്യമാണോ എന്ന് ശ്രീരഞ്ജിനി തിരക്കുകയാണ്. അത് സമ്മതിക്കുകയാണ് ശാരദാമ്മ. എങ്കിൽ പിന്നെ ഒഴിഞ്ഞു കൊടുത്തേ മതിയാകുമെന്ന് ശ്രീരഞ്ജിനി പറയുകയാണ്. അത് കേട്ടങ്ങ് ആകെ ഞെട്ടുന്നുണ്ട് ശാരദാമ്മ. അതിനുശേഷം ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, എങ്കിലും ഒരു ചെറിയൊരു മനസാക്ഷി കാട്ടാവുന്നതേ ഉള്ളൂ. ഈ പ്രായമായ പെൺകുട്ടിയും കൊണ്ട് ശാരദാമ്മ എവിടെ പോകുമെന്ന്. അന്നേരം അതുവരെ മിണ്ടാതിരുന്ന ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഒരു മനസാക്ഷിയുടെയും കാര്യമില്ല, അങ്ങനെയാണ് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നിരിക്കുന്നതെന്ന്. അത് കേട്ടങ്ങ് ആ ഗോപാലകൃഷ്ണന്റെ സംസാരം കേട്ടങ്ങ് സന്തോഷമാകുന്നുണ്ട് ബാലചന്ദ്രനും രാജേശ്വരിക്കും. എടുത്തു കൊടുക്ക് ബാലചന്ദ്ര ആ മുദ്രപത്രം, മാഡത്തിൻ്റെ സംശയങ്ങളൊക്കെ തീരട്ടെ എന്ന് ബാലചന്ദ്രനോട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അതനുസരിച്ച് മുദ്രപത്രം എടുക്കാനായിട്ട് കാറിനടുത്തേക്ക് ബാലചന്ദ്രൻ പോവുകയാണ്. തുടർന്ന് ആ മുദ്രപത്രം കൊണ്ടുവന്ന് രാജേശ്വരിക്ക് ഇതാ ചേച്ചി എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ കൊടുക്കുമ്പോൾ, വേണ്ട നീ അത് മാഡത്തിന് കൊടുക്കുക, മാഡം വായിച്ചു പഠിക്കട്ടെ എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അങ്ങനെ അത് ശ്രീരഞ്ജിനി വായിച്ചൊക്കെ നോക്കുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, മാഡത്തിൻ്റെ സംശയമൊക്കെ തീർന്നോന്ന്. അന്നേരം തിരിച്ച് ശ്രീരഞ്ജിനി പറയുകയാണ്, ബാലചന്ദ്രനാണ് ചോദിക്കുന്നത് ശ്രീരഞ്ജിനിയോട് സംശയമൊക്കെ മാറിയൊന്ന്. അന്നേരം ശ്രീരഞ്ജിനി തിരിച്ചു പറയുകയാണ്, സംശയം മുഴുവനായിട്ട് മാറിയിട്ടില്ല, ബാലചന്ദ്രൻ ഇതൊന്നും വായിച്ചു നോക്കണമെന്ന്. അന്നേരം ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ എന്തിനു വായിച്ചു നോക്കണം, ഇതിലെ ഓരോ വാക്കും എനിക്ക് കാണാപ്പാഠമാണെന്ന്. ഞാനല്ലേ ഇത് എഴുതി ഉണ്ടാക്കിയതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നാലും ബാലചന്ദ്രൻ ഒന്ന് വായിക്കുക, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും സംശയം ഒന്ന് മാറട്ടെ എന്നും പറഞ്ഞ് അത് ബാലചന്ദ്രന് കൊടുക്കുകയാണ്. തുടർന്ന് അത് വാങ്ങിച്ച് ബാലചന്ദ്രൻ വായിക്കുകയാണ്. തുടർന്ന് തിരുവനന്തപുരം ജില്ല എന്നും പറഞ്ഞ് ആദ്യമേ വായിക്കാൻ തുടങ്ങുമ്പോൾ ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, ആ പ്രസക്ത ഭാഗങ്ങൾ മാത്രം മതി, ടൈം കുറവാണെന്ന്. തുടർന്ന് ബാലചന്ദ്രൻ പ്രസക്ത ഭാഗങ്ങൾ എന്നും പറഞ്ഞ് വായിക്കുകയാണ്. ഹോട്ടൽ, മറ്റ് വസ്തുവകകൾ തുടങ്ങിയവ ശാരദയ്ക്ക് പിതൃസ്വത്ത് പ്രകാരം ലഭിച്ചതാണെന്നും അവരുടെ ഭർത്താവ് ഗോപാലകൃഷ്ണന് തീരെഴുതി കൊടുത്തിട്ടുള്ളതാണെന്നും മനസ്സിലാകുന്നു. അന്നേരം ഒന്ന് ആശങ്കപ്പെടുന്നുണ്ട് അത് വായിക്കുന്ന ബാലചന്ദ്രനും ശാരദാമ്മയും ഒക്കെ. ബാലചന്ദ്രൻ വായിച്ചത് എന്താണെന്ന് അങ്ങ് ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. തുടർന്ന് രാജേശ്വരി. ഈ വായന കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പക്ഷെ ചിരിച്ച് സന്തോഷത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ. ആ ഭൂമിയിലോ വസ്തുക്കളിലോ ഒന്നും രാജേശ്വരി ഗോപാലകൃഷ്ണൻ എന്ന എനിക്ക് യാതൊരു അവകാശമില്ലെന്നും അതിനൊരു തർക്കത്തിന് വേണ്ടി കോടതിയിലോ മറ്റ് എവിടെ ഒരു സ്ഥലത്തും ഞാൻ പോകില്ല എന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു എന്നാണ് ഗോപാലകൃഷ്ണൻ അതിൽ വായിക്കുന്നത്. എന്ത് കുന്തമാടായി വായിക്കുന്നതെന്നും പറഞ്ഞ് രാജേശ്വരി അത് പിടിച്ചു വാങ്ങുന്നുണ്ട്. അന്നേരം അതിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിച്ചത് ചേച്ചി എന്നും പറഞ്ഞ് ആകെ അങ്ങ് പേടിച്ച് ബാലചന്ദ്രൻ പറയുകയാണ്. ഇതൊക്കെ കേട്ടങ്ങ് ആശ്വസിക്കുകയാണ് ശാരദാമ്മയും ശ്യാമയും ഒക്കെ. അന്നേരം തല ഉയർത്തി പിടിച്ച് ചിരിച്ച് തന്നെ ഗോപാലകൃഷ്ണൻ നിൽക്കുന്നുണ്ട്. തിരിച്ചു മറിച്ച് നോക്കിയിട്ട് രാജേശ്വരി ബാലചന്ദ്രനോട് ദേഷ്യപ്പെടുകയാണ്. ഇതെങ്ങനെ വന്നു, നമ്മൾ എഴുതിയുണ്ടാക്കിയ മുദ്രപത്രമല്ലേ നീ എടുത്തുകൊണ്ട് വന്നതെന്ന്. അന്നേരം ഇത് തന്നെ വേറെ മുദ്രപത്രം എവിടെ നിന്നാണ്, ദേ ചേച്ചിയുടെയും ശാരദാമ്മയുടെയും ഒപ്പ് വരെ ഉണ്ടെന്നും പറഞ്ഞ് ബാലചന്ദ്രൻ അതൊക്കെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ മാറിയെന്നും പറഞ്ഞ് രാജേശ്വരി നിൽക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണന്റെ ഭാവം ബാലചന്ദ്രൻ ശ്രദ്ധിക്കുന്നത്. അന്നേരം ഇങ്ങോട്ട് മാറിക്കെന്നും പറഞ്ഞ് രാജേശ്വരിയെ പിടിച്ചു മാറ്റിയിട്ട് ചതിച്ചതാ ചേച്ചി, കൂടെ നിന്ന് കുതികാൽ വെട്ടിയെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, 30 പവന്റെ സ്വർണം മുക്കുപണ്ടമായി മാറാമെങ്കിൽ മുദ്രപത്രത്തിൽ എഴുതിയിരിക്കുന്നതും മാറാം രാജേശ്വരി എന്ന്.
തട്ടിപ്പ് നടത്താനായിട്ട് നീ ഗോപാലകൃഷ്ണനെയാണോ പഠിപ്പിക്കുന്നത്? അറേബ്യയിലേക്ക് മണൽ കച്ചവടം നടത്തല്ലേ രാജേശ്വരി എന്ന് പുറമേ ചിരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് ഗോപാലകൃഷ്ണൻ മുദ്രപത്രം എങ്ങനെ മാറ്റിയെന്നുള്ളത് മനസ്സിലോർക്കുകയാണ്. രാജേശ്വരി ഉറങ്ങിക്കിടന്നപ്പോൾ രാത്രി അലമാര ശബ്ദമുണ്ടാക്കാതെ പതിയെ അലമാരയിൽ നിന്നും രാജേശ്വരി കൊണ്ടുവച്ചിരുന്ന മുദ്രപത്രം മാറ്റിയിട്ട് പകരം ഗോപാലകൃഷ്ണൻ തയ്യാറാക്കി കൊണ്ടുവന്ന മുദ്രപത്രം അതിൽ വയ്ക്കുകയാണ്. പണി പാളിയെന്ന് മനസ്സിലാക്കിയ ചേച്ചിയും അനിയനും ആകെ അങ്ങ് പരിഭ്രമിച്ച് നിൽക്കുകയാണ്. അന്നേരം ആകെ ആശ്വസിപ്പിച്ചങ്ങ് ദൈവങ്ങളോട് തൊഴുത് നന്ദി പറയുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.